സീൻ്റെ അകത്ത് സ്ട്രക്ചർ എന്നുള്ള ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോർമൽ കേസിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുക. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ എക്സെട്ര, പിന്നെ അതിൻ്റെ അറേസ്. ഓക്കെ, ഇവിടെ കേസിൽ യൂസർക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ടുള്ള ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാം. ഇപ്പം നമുക്കറിയാം ഇൻറ്റ് എക്സ് എന്നുള്ളത് അല്ലേ ഒരു ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇൻറ്റ് എക്സ് ഡിക്ലെയർ ചെയ്താൽ എക്സ് എന്നുള്ള ഒരു വേരിയബിൾ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റീജർ ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും, ഒരു ഇൻറ്റീജറിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ്, അതിൻ്റെ അകത്ത് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ. എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിൽ റാമിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാകും, അവിടെ എന്ത് ചെയ്യും 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും. ആ ബ്ലോക്കിന് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോട്ട് വൈ, ക്യാർ സെഡ് അങ്ങനെ കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ യൂസർക്ക് സ്വന്തമായിട്ടുള്ള ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, പ്രൈമറി ഡാറ്റ ടൈപ്പുകൾ ഉപയോഗപ്പെടുത്തിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ചില കേസുകളിലാണ് നമുക്കത് ആവശ്യം വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് എംപ്ലോയി എന്നുള്ള ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എംപ്ലോയി എന്നുള്ള ആൾക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പുകൾ വരുന്നുണ്ട്. ഓക്കെ, ആളുടെ നെയിം, ഏജ്, ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രൂപ്പായിട്ട് ഒരു പുതിയ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പുതിയൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്, എംപ്ലോയി എന്നുള്ളത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന കീവേഡാണ് സ്ട്രക്റ്റ്. ഓക്കെ, അപ്പോൾ സ്ട്രക്റ്റ് എംപ്ലോയി. ഇനി എംപ്ലോയീസിൻ്റെ അകത്ത് എംപ്ലോയി എന്നുള്ളതിൻ്റെ അകത്ത് ഒരു എംപ്ലോയിൻ്റെ അകത്ത് എന്തൊക്കെ മെമ്പേഴ്സ് വരാമെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ എംപ്ലോയിൻ്റെ ID, നെയിം, ഏജ്, സാലറി, 4 കാര്യങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ടൈപ്പ് ആയിട്ടുള്ള ഇൻറ്റീജർ നമ്മൾ എംപ്ലോയി IDക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ നെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ക്യാരക്ടർ ആരെയാണ്. ഓക്കെ, ക്യാരക്ടർ എംപ്ലോയി നെയിം ഓഫ് ക്യാർ, എംപ്ലോയി നെയിം ഓഫ് 50 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാം, നമുക്ക് നമ്മൾ ഇഷ്ടമാണോ മാറ്റാം. അതുപോലെ ഏജ്, എംപ്ലോയിൻ്റെ സാലറി, ഏജ് എന്നുള്ളത് ഇൻറ്റീജർ ആണ്, സാലറി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഫ്ലോട്ട് ആയിട്ട് കൊടുത്തു, ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്, സ്ട്രക്റ്റ് എംപ്ലോയി, എല്ലാം സ്മോൾ ആണ് വരിക, സ്ട്രക്റ്റ്. ഓക്കെ, ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, എംപ്ലോയി, ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇവിടെ സെമിക്കോളൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, മെയിനിൻ്റെ പുറത്ത് കൊടുക്കാം, വേണമെങ്കിൽ മെയിൻ്റെ അകത്തും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് അതിൽ വരിക. ഓക്കെ, ഒരു എക്സാമ്പിൾ, അപ്പോൾ എംപ്ലോയി എന്നുള്ളതാവാം, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആവാം. സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് ID, സ്റ്റുഡൻറ്റ് നെയിം, ഏജ്, അഡ്രസ്സ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ കറക്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്ന ഈ രൂപമാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രക്ചറിൻ്റെ പേര്. ഓക്കെ, എന്നിട്ട് ഓരോ മെമ്പേഴ്സ് ഡിക്ലെയർ, മെമ്പർ 1, മെമ്പർ 2 എക്സെട്ര. ഓക്കെ, ഓരോ മെമ്പറിൻ്റെ കൂടെ ആളുടെ ഡാറ്റ ടൈപ്പും കൂടി എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. മെമ്പർ 1 ഡാറ്റ ടൈപ്പ് മെമ്പർ 1, മെമ്പർ 2 ഡാറ്റ ടൈപ്പ് മെമ്പർ 2, ആ രൂപത്തിൽ കൊടുക്കുക. എല്ലാത്തിൻ്റെ ഇവിടെ സെമിക്കോളൻ വേണം, ലാസ്റ്റ് കഴിഞ്ഞാലും സെമിക്കോളൻ വേണം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സ്ട്രക്ചറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, ഒരു ബിൽഡിങ്ങിൻ്റെ ബ്ലൂ പ്രിൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രൂപം നമ്മൾ പറയണം. ഇനി ആ രൂപം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പറയാണ് സ്ട്രക്റ്റ് എംപ്ലോയിൽ 3 നമ്മൾ ക്രിയേറ്റ് ചെയ്യും, 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഏതുപോലെ, ഇതുപോലെ ഇൻറ്റ് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് അല്ലേ, ഒരു ടൈപ്പാണ്. അപ്പോൾ ഇൻറ്റ് കഴിഞ്ഞിട്ട് സ്പേസ് എക്സ് കൊടുത്താൽ എന്താ, എക്സ് എന്നുള്ള ഒരു ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താ, ഇൻറ്റീജർ ആണല്ലേ. സിമിലർലി ഇവിടെ E1 എന്നുള്ള വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണ്, സ്ട്രക്റ്റ് എംപ്ലോയി ആണ് അല്ലേ. സ്ട്രക്റ്റ് എംപ്ലോയി എന്നുള്ളതാണ് ആരുടെ ടൈപ്പ്, E1ൻ്റെ. അതുപോലെ E2ൻ്റെയും E3ൻ്റെയും 3 നമ്മൾ ക്രിയേറ്റ് ചെയ്തു. വേണമെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്താൽ മതി, കൂടുതലെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ E1 എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ആയി ഇവിടെ. ഓക്കെ, ആ E1ൻ്റെ പ്രത്യേകത എന്താ, E1ൻ്റെ അകത്ത് 4 ഫീൽഡ് ഉണ്ട്. അപ്പോൾ മെമ്മറിൻ്റെ അകത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ E1 എന്നുള്ള ഒരെണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ആ ക്രിയേറ്റ് ആയതിലേക്ക് എംപ്ലോയിൻ്റെ ID ഫസ്റ്റ് ഉണ്ട് അല്ലേ, നെയിം, ഏജ്, സാലറി. എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി ഏജ്, എംപ്ലോയി സാലറി, 4 ബ്ലോക്കുകൾ ഇതിൻ്റെ അകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ അകത്ത് 10 വാല്യൂ കൊടുക്കണമെങ്കിൽ എക്സ് ഈക്വൽ ടു 10 കൊടുത്താൽ മതി അല്ലേ. ഇനി ഇവിടെ
E1ന്റെ അകത്ത് 4 ഫീൽഡ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഓരോ ഫീൽഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് അതിൻ്റെ അകത്തേക്ക് വാല്യൂ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് വാല്യൂ എടുക്കാൻ പറ്റും, പ്രിന്റ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും. അപ്പം പ്രിന്റ് ഓഫ് സ്കാൻഫ് ഒക്കെ തന്നെയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യും നോർമൽ കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ E1ന്റെ അകത്ത് അല്ലെ ഫസ്റ്റ് ബ്ലോക്കിന്റെ അകത്ത് അതായത് E1ന്റെ അകത്ത് എല്ലാ ഫീൽഡും ഉണ്ടാവും. E1ന്റെ ഫസ്റ്റ് ഫീൽഡിന്റെ അകത്ത് നമുക്ക് 1 കൊടുക്കണം എംപ്ലോയിന്റെ ഐ ഡി. നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുക E1 ഡോട്ട് എംപ്ലോയി ഐ ഡി, അതായത് E1 അല്ലെ E1 ഡോട്ട് എംപ്ലോയി ഐ ഡി. E1 ഡോട്ട് ഓപ്പറേറ്ററിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യാം. E1 ഡോട്ട് എംപ്ലോയി ഐ ഡി ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഓക്കെ, സിമിലർലി എംപ്ലോയിന്റെ നെയിം നമ്മൾ റീഡ് ചെയ്യണം. വേണമെങ്കിൽ പ്രിന്റ് എഫ് കൊടുക്കുക, പ്രിന്റ് എഫ് എൻ്റർ ദ നെയിം ഓഫ് എംപ്ലോയി സ്കാൻ എഫ് %d, E1 ഡോട്ട് എംപ്ലോയി നെയിം. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂ ഡയറക്റ്റ് കോപ്പിയാണ്. സാം എന്നുള്ള വാല്യൂ എന്ത് ചെയ്യാണ്, ഇവിടേക്ക് കോപ്പി ചെയ്യണം, അതായത് ഈ ബ്ലോക്കിലേക്ക് കോപ്പി ചെയ്യണം. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 1 കൊടുത്തു, ഇവിടെ ഈക്വൽ ടു സാം എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തത് strcpy എന്നുള്ള കമാൻഡാണ്. ഓക്കെ, ആ കമാൻഡ് നമുക്ക് സ്ട്രിങ് കോപ്പി ചെയ്യാനുള്ള കമാൻഡാണ്. ഓക്കെ, സെക്കൻഡ് ഇത് ഫസ്റ്റത്തേലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യണം, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് #include string dot h ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന #include stdio ഡോട്ട് എച്ച്, ഈ രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എംപ്ലോയി ഐ ഡി റീഡ് ചെയ്തു, നെയിം റീഡ് ചെയ്തു. റീഡ് അല്ല, നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ഓഫ് സ്കാൻ ഓഫ് വെച്ചിട്ട് കൊടുക്കാം. ഏജ് 27, E1 ഡോട്ട്. ഓക്കെ, E1 ഡോട്ട് എംപ്ലോയി സാലറി ഈക്വൽ ടു ദിസ് തിങ്. അപ്പോൾ ഈ 4 ഫീൽഡ് എന്ത് ചെയ്തു, നമ്മളിവിടെ ഫില്ല് ചെയ്തു. 27, ഇവിടെ 45, 45K. അപ്പോൾ ഈ 4 ഫീൽഡ് നമ്മളിവിടെ ഫില്ല് ചെയ്തു. ഇനി നമുക്കിവിടെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യാൻ അത്ര വളരെ സിമ്പിളാണ്. പ്രിന്റ് എഫ് കൊടുക്കുക, പ്രിന്റ് എഫിൻ്റെ അകത്ത് നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഇൻറ്റീജർ ആണെങ്കിൽ %d കൊടുക്കുക. അപ്പോൾ അവിടെ ID %d. അപ്പോൾ ID എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ കോമക്കേഷൻ കൊടുത്തത്. ഓക്കെ, അപ്പം ഇവിടെ മുതൽ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു അല്ലേ, ഇതാണ് ഫോർമാറ്റ് സ്ട്രിങ്. ഓക്കെ, ഫോർമാറ്റ് സ്ട്രിങ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത %d ആരാണ്, അതിവിടെ പ്രിന്റ് ചെയ്യും, E1 ഡോട്ട് എംപ്ലോയി ID. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് വരും, ഔട്ട്പുട്ടിൽ വരും ID അല്ലേ, ID എന്ത് വരും, നമ്പർ 1. ഓക്കെ, പിന്നെ /t ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു ടാബ് സ്പേസ് മുന്നോട്ട് പോയാൽ നമ്മൾ /n കൊടുത്താൽ താഴേക്ക് വരും അല്ലേ ഔട്ട്പുട്ടിൽ. അടുത്ത് എന്ത് വരും, നെയിം. നമ്മളിവിടെ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്, %s ആണ്, അതായത് സ്ട്രിങ് ആണ്. ഈ %s എന്ത് ചെയ്യണം, എംപ്ലോയി നെയിം പ്രിന്റ് ചെയ്യണം. എംപ്ലോയി നെയിം നമ്മൾ എന്താ കൊടുത്തത്, സാം. അപ്പോൾ നെയിം ഈസ് സാം. ഇനി അടുത്ത് എന്താ, ഏജ്. സിമിലർലി ഏജ് 27. സാലറി നമ്മളിവിടെ കൊടുത്തിട്ടുള്ള %f ആണ്. ഓക്കെ, E1 ഡോട്ട് EMP സാലറി. ഇവിടെ നമ്മൾ എന്താ പേര് കൊടുത്തത്, അതേ പേരുകൾ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, എല്ലായിടത്തും അത് ആക്സസ് ചെയ്യുമ്പോൾ കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ്. ഓക്കെ, സാലറി, എംപ്ലോയി സാലറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ EMP എന്നുള്ള ജസ്റ്റ് നമ്മൾ ആ ഒരു സിമിലാരിറ്റിക്ക് വേണ്ടി ആ പേര് കൊടുത്തു എന്നുള്ളത്. അങ്ങനെ EMP എന്ന് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, XYZ എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ഡാറ്റ ടൈപ്പുകൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, പ്രിന്റ് ഓഫ് സ്കാൻ ഓഫ് ഒക്കെ യൂസ് ചെയ്യാം. പ്രത്യേകത ഇത് മാത്രമേ ഉള്ളൂ, എന്താണ്, ആ ഡോട്ട് ഇട്ടിട്ട് കോൾ ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഒരു എംപ്ലോയിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലേ, ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാം. E2, E3, E4 എത്രയും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അറേ തന്നെ ക്രിയേറ്റ് ചെയ്യാം. E of 100. അപ്പോൾ എന്തായി, 100 എംപ്ലോയീസിന്റെ ഒരു എന്ത് ക്രിയേറ്റ് ആയി, അറേ ക്രിയേറ്റ് ആയി. ഇതുപോലെ 100 എംപ്ലോയീസിന്റെ ഈ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യാം. അതിൽ ഓരോ എംപ്ലോയീസിന്റെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഇപ്പം ഇവിടെ E1 യൂസ് ചെയ്യുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, E of 1 ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, E of 1 അല്ലേ. അപ്പോൾ E of 1 ഡോട്ട് അവിടെ എന്താ പറയുക, EMP ID ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ കൊടുക്കാം. അതുപോലെ E of 1 ഫസ്റ്റത്തെ എംപ്ലോയി
മനസ്സിലുണ്ടോ? അതായത് എന്തായി, ഇവിടെ നമ്മൾ ഓരോന്നോരോന്ന് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇനി ഒരു സോഫ്റ്റ്വെയർ, വലിയ സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം അത്ര നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഒരുപാടായിരിക്കാം. അപ്പം ആ കേസിലൊക്കെ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാണ് E1000 അല്ലെങ്കിൽ E100 എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാം, അത്രയും എംപ്ലോയീസിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു കമാൻഡ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മെമ്മറിന്റെ അകത്ത് അത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഡൈനാമിക് ആയിട്ടുള്ള രൂപമുണ്ട്, പോയിന്റർ ഉപയോഗിച്ചിട്ട്. അവിടെ ആകുമ്പോൾ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യൂല, ഈ മെമ്മറി എല്ലാം കൂടി അലോട്ട് ചെയ്ത് വെക്കൂല. അതിന് പകരം നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ യൂസർ പുതിയ ആൾ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നത്, ആ സമയത്ത് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ഡൈനാമിക്കലി നമ്മൾ പോയിന്റർ വെച്ചിട്ട് ക്രിയേറ്റ് മെല്ലോക്ക് എന്നുള്ളൊരു കോഡ്, മെമ്മറി അലോക്കേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രക്ചറിന്റെ ഒരു സിമ്പിൾ രൂപം. ഓക്കെ, ഇനി യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ട്രക്ചറിന്റെ അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വരിക, ചില മാറ്റങ്ങൾ മാത്രം ഉണ്ടാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ നമ്മൾ സ്ട്രക്ട് എന്ന് ഉപയോഗിക്കും. ഓക്കെ, അതിന്റെ പകരം ഇവിടെ യൂണിയൻ എന്ന് ഉപയോഗിക്കാം. യൂണിയൻ. ഓക്കെ, സ്ട്രക്ട് എന്നുള്ളതിന്റെ പകരം യൂണിയൻ എന്ന് ഉപയോഗിക്കാം. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഈ 4 ഫീൽഡ് അതിലുണ്ടെങ്കിലും അറ്റ് എ ടൈം ഒരു ഫീൽഡ് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ അവസാനം ഏത് ഫീൽഡിലേക്കാണോ വാല്യൂ അസൈൻ ചെയ്തത്, ആ ഫീൽഡിൽ മാത്രമേ വാല്യൂ കിടക്കുള്ളൂ. അപ്പൊ ഇത് യൂണിയൻ ആണെങ്കിൽ, ഇപ്പൊ ഇത് യൂണിയൻ ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടല്ലോ, യൂണിയൻ എംപ്ലോയി. ഓക്കെ, ഇവിടെ നമ്മൾ മാറ്റി ഇത് യൂണിയൻ ആക്കി. ഓക്കെ, യൂണിയൻ ആക്കി. ഇനി നമ്മള് E1ന്റെ അകത്ത് നമ്മളിവിടെ E1.employee.id എന്ന് കൊടുത്തു, അപ്പോൾ 1 കയറി. E1.employee name എന്ന് കൊടുത്തു, സാം കയറി. രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് 3ലേക്ക് ഇങ്ങനെ കയറി. സ്ട്രക്ചറിൽ അങ്ങനെയായിരുന്നു. പക്ഷെ യൂണിയന്റെ പ്രത്യേകത, യൂണിയന്റെ അകത്ത് ഇങ്ങനെ 4 ബ്ലോക്ക് ഉണ്ടാവില്ല. 4 ബ്ലോക്കിന്റെ പകരം ഒറ്റ ബ്ലോക്കാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ സൈസ് ആർക്കുള്ളത് 50 ആണ്. 50 ബൈറ്റ്സ് ഉള്ളത് അല്ലേ. അപ്പൊ ടോട്ടൽ എന്ത് ചെയ്യും, 50 ബൈറ്റിനുള്ള സൈസ് അവിടെ എന്ത് ചെയ്യും, അലോട്ട് ചെയ്ത് കൊടുക്കും, ടോട്ടൽ മൊത്തത്തിൽ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കോഡ് റൺ ചെയ്ത് E1.employee.id. യൂണിയന്റെ കേസാണ് പറയുന്നത്, സ്ട്രക്ചർ അല്ല. സ്ട്രക്ചർ മാറി. ഓക്കെ, സ്ട്രക്ചറും യൂണിയൻ നമ്മൾ ഡിഫറൻസ് വെച്ചിട്ടാണ് യൂണിയൻ പറയണം. എന്താണ് യൂണിയൻ എന്നുള്ളത്, യൂണിയന്റെ അകത്ത് മെമ്മറിന്റെ യൂസേജിലാണ് മെയിൻ ഡിഫറൻസ് വരിക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ E1.employee.id = 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, എംപ്ലോയി ഐഡിക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് അലോട്ട് ചെയ്യും. ഓക്കെ, എംപ്ലോയി ഐ ഡി E1ന്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. E1ന്റെ എംപ്ലോയി ഐഡി = 1 എന്ന് എടുത്തു വെച്ചു. ഓക്കെ, തൊട്ടടുത്ത ലൈനിൽ എന്താ കാണുന്നത്, E1.employee name സാം. എംപ്ലോയി നെയിമിൽ എന്ത് വേണം, സാം വേണം. അപ്പൊ ഇതുപോലെ വേറെ സെപ്പറേറ്റ് ബ്ലോക്കിലല്ല എന്ത് ചെയ്യുക, പകരം ഈ അലോട്ട് ചെയ്തിട്ടുള്ളതുണ്ടല്ലോ, ഇവിടെ റീപ്ലേസ് ചെയ്യും. മുന്നേ ചെയ്തിട്ടുള്ളത് റീപ്ലേസ് ചെയ്ത് എംപ്ലോയി ഐഡി സേവ് ചെയ്ത് മാറ്റും. എന്തോ അത് എംപ്ലോയി നെയിം ആക്കി മാറ്റും. ആ എംപ്ലോയി നെയിമിൽ എന്ത് ചെയ്യും, സാം എന്ന് റൈറ്റ്. ഓക്കെ, അതായത് 3 ബൈറ്റ് അവിടെ യൂസ് ചെയ്യും. അപ്പൊ ഇനി എന്ത് കിട്ടൂല, മുന്നേ നമ്മൾ ആഡ് ചെയ്ത് വെച്ചത് ഇനി കിട്ടൂല. ഓക്കെ, ഇനി അടുത്തത് ആഡ് ചെയ്തു. അടുത്ത ലൈനിലേക്ക് ഒന്ന് വെച്ചേക്കാം, എംപ്ലോയി ഏജ് ആഡ് ചെയ്ത് വിചാരിക്കാം. അപ്പൊ എന്താ സംഭവിക്കുക, മുന്നേ നമ്മൾ ആഡ് ചെയ്ത് വെച്ചത് ആ സ്ഥലം റിമൂവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എംപ്ലോയി ഏജ് എന്നുള്ള 27 ആണ് അവിടെ റീപ്ലേസ് ചെയ്യും. അതായത് ഓരോ തവണ നമ്മൾ പിന്നെ വാല്യൂ ഓരോ ഫീൽഡിലേക്ക് വാല്യൂ കൊടുത്താലും അതെല്ലാം ഓവർ റേറ്റ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ട് വരെ എങ്ങനെ നോക്കാം. ഇപ്പൊ എംപ്ലോയി സാലറി നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തു, 45,000 കൊടുത്തു. ഓക്കെ, അപ്പൊ പഴയതെല്ലാം റീപ്ലേസ് 45,000. ഇനി നമ്മളിവിടെ ഈ ഒരു 4 കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടവർ ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ ചെയ്ത പ്രോഗ്രാം നോക്കാം, സിസ്റ്റത്തിൽ ചെയ്ത പ്രോഗ്രാം കേട്ടോ. അപ്പൊ ഇവിടെ 4 കാര്യങ്ങൾ പ്രിന്റ് ചെയ്താൽ എന്താ സംഭവിക്കാം, ഇവിടെ 1 സാം 27 45,000 വരൂല. എല്ലായിടത്തും എന്ത് വരും, ഏറ്റവും അവസാനം നമ്മൾ ഫില്ല് ചെയ്തത് എന്താ, 45,000 അല്ലേ. അപ്പൊ മെമ്മറിയിൽ 45,000 ആണ് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവുക എല്ലായിടത്തും അല്ലേ. അപ്പൊ നമ്മൾ ഈ ID കൊടുത്തിട്ട് എന്ത് ചെയ്യും, 45,000 നെയിം കൊടുത്ത് 45,000 ഏജിലുള്ളത് എന്ത് ചെയ്യും, 45,000 വരും. എല്ലായിടത്തും ഏറ്റവും അവസാനം നമ്മൾ കൊടുത്ത വാല്യൂ ആണ് യൂണിയന്റെ കേസിൽ വരിക. ഓക്കെ, സ്ട്രക്ചറിന്റെ കേസിലാവുമ്പോൾ എല്ലാവർക്കും എന്തുണ്ട്, സെപ്പറേറ്റ് മെമ്മറി ഉണ്ട്. പക്ഷെ യൂണിയന്റെ കേസിലാവുമ്പോൾ എല്ലാ മെമ്പേഴ്സിനും കൂടി
ഒറ്റ മെമ്മറിയാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം